ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റാപ്പർ ബേഡിൻ്റെ വിവാഹ ദിനമാണ് അല്ലേ? ഏവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചടങ്ങോട് കൂടിയിട്ട് അങ്ങനെ റാപ്പർ ബേഡൻ വിവാഹിതനായി. ഒരുപാട് ഫസ്റ്റ് നല്ല നല്ല പാട്ടിലൂടെ വരികയും അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠ്യവിഷയമാക്കുകയും ചെയ്തിട്ടുണ്ട് വേടൻ്റെ പാട്ടുകൾ. പക്ഷെ അതിനെ ഒരുപാട് പേര് എതിർക്കുകയും അതുപോലെ വേടൻ്റെ പാട്ട് നെഞ്ചിലേറ്റിയ ഒരുപാട് കുരുന്നു മക്കളുണ്ട്. അതുപോലെ തന്നെ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വേടൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വേടൻ സ്വന്തമാക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേടൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പുലിനകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതൊരു പ്രശ്നം വേറെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ വേടൻ മുന്നേറിക്കൊണ്ട് വീണ്ടും പഴയതുപോലെ ശക്തിയെ ആർജിച്ച് തിരിച്ചു വരികയായിരുന്നു. എന്തായാലും വേടൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു കാലത്ത് വൈറലായതായിരുന്നു വേടൻ. മീഡിയ നിറഞ്ഞു നിന്നത് വേടനെ കൊണ്ട് മാത്രമായിരുന്നു. ഒരുപാട് പേര് വേടനെ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിനുവേണ്ടി വേടനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരാളുടെ വളർച്ചയിൽ എല്ലാവരും അതിനൊരു നെഗറ്റീവ് കണ്ടെത്തും. സൈബർ അറ്റാക്ക് നേരിടുന്നത് അതിപ്പോൾ നമ്മൾ മീഡിയയിലൂടെ കാണുന്നല്ലോ. ഓരോരുത്തരായിട്ടും മുൻപോട്ട് വരുന്തോറും അവരെ നല്ല രീതിക്ക് വളർച്ചയിലൂടെ അവർ ഉയരങ്ങളിലേക്ക് പോകുന്നവരും അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുണ്ടാവും. കാരണം വേടനെ പേടിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇന്നിപ്പോൾ വേടൻ അതെല്ലാം മറികടന്ന് നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ജീവിതത്തിൽ ഇങ്ങനെ വേടൻ നന്നായി ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരായാലും കേട്ടോ, ഇപ്പം നല്ലൊരു കുടുംബജീവിതം വേടനുണ്ടാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. അതുപോലെ ഇനിയും വേടൻ നല്ല നല്ല പാട്ടുകളുമായി മുന്നോട്ട് വരട്ടെ. ജനഹൃദയങ്ങളിൽ വീണ്ടും കൈയടക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ചെറിയൊരു ചടങ്ങോട് കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂർ വെച്ച് വിവാഹം നടന്നത്. ഇപ്പോൾ വേടൻ തൃശ്ശൂരുള്ള വേടൻ്റെ വസതിയിലാണ്. അപ്പോൾ നല്ലൊരു പെൺകുട്ടിയെ തന്നെ വേടന് കിട്ടുകയും ചെയ്തു. വേടനെക്കുറിച്ച് എല്ലാം അറിയുന്നതും അവർ പരസ്പരം പ്രണയിച്ചവരാണ്. അപ്പം അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം വേടന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലെറ്റൂസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ലെറ്റൂസിൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബും ചെയ്യുക. എനിക്കറിയുന്ന കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ലെറ്റൂസ് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ബൈ.